ഈജിപ്റ്റ് ഒന്ന് വിറപ്പിച്ചുവെങ്കിലും അർജന്റീന കീഴടങ്ങിയില്ല. അങ്ങനെ ഈജിപ്റ്റ് കടന്ന് ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ് അർജന്റീന. വിലയിരുത്തലുകളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്നലത്തെ ഒരു ദിവസം നമുക്കറിയാം, വയനാട്ടിലെ ആ ഒരു വലിയ ദുരന്തം. പക്ഷേ ഫുട്ബോൾ ആരാധകരെ അതൊന്നും ബാധിച്ചതേയില്ല. അവർ കാര്യമായി ആവേശത്തോട് തന്നെയാണ് ഈജിപ്റ്റ് അർജന്റീന മത്സരത്തെ വരവേറ്റത്, മത്സരം കണ്ടത്. ഇനിയിപ്പോൾ അറിയേണ്ടത്, പ്രത്യേകിച്ചും എന്നെപ്പോലെ അത്ര ഫുട്ബോൾ ബോധമൊന്നുമില്ലാത്ത, അറിവില്ലാത്ത സാധാരണക്കാരൊരു സംശയം, പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഈ പ്രീ ക്വാർട്ടർ വരെ പല താരരാജാക്കന്മാരും എത്തിയത്. നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ പഠിച്ച കാര്യമാണ്. ഇനിയുള്ള ക്വാർട്ടർ മത്സരം അത് എങ്ങനെയായിരിക്കും? ആ കടമ്പയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം പ്രശാന്തേ? പക്ഷേ വമ്പന്മാരൊക്കെ തന്നെ വളരെ ഈസിയായി എളുപ്പത്തിൽ ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമെന്നായിരുന്നു നമ്മൾ കണക്കാക്കിയതെങ്കിൽ എല്ലാവരും അതിശക്തമായ വെല്ലുവിളി നേരിട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിലേറ്റവും സേഫായി വേണമെങ്കിൽ സുരക്ഷിതമായി എത്തിയത് ബെൽജിയമാണെന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ളവരൊക്കെ തന്നെ കടുത്ത വെല്ലുവിളികൾ നേരിട്ട് തന്നെയാണ് എത്തിയത്. പക്ഷെ അതിലേറ്റവും ശക്തമായ മത്സരങ്ങളുണ്ടായിരുന്നു. പോർച്ചുഗലും സ്പെയിനുമായ മത്സരം ഒരുപക്ഷെ ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കാരണം ഒരു വശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കുന്നു, സ്വാഭാവികമായും യമാൽ ഇപ്പുറത്തുണ്ട്. എങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡ്രബ്ലിംഗ് മികവും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന ഏത് ചെറിയ അവസരങ്ങളും അർത്ഥാവസരങ്ങൾ പോലും ഗോളാക്കാൻ കഴിയുന്ന അമാനുഷികനായ ഒരു ഫുട്ബോളർ തന്നെയാണ് റൊണാൾഡോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോർച്ചുഗൽ ആരാധകരൊക്കെ തന്നെ പ്രതീക്ഷ വെച്ചതാണ്. പിന്നെ ബ്രസീൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഫുട്ബോൾ ആരാധകരും ലോകവും ഒക്കെ തന്നെ വിലയിരുത്തിയ ഒരു ടീമാണ്. കാരണം അത്രയും കൃത്യമായൊരു ലൈനപ്പ് ബ്രസീലിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അർജന്റീനയ്ക്കൊപ്പം നിൽക്കാവുന്ന മറ്റുള്ളവർ, ഇപ്പോൾ പോർച്ചുഗലിന്റെ കാര്യം പറയുമ്പോൾ റൊണാൾഡോയെ കേന്ദ്രീകരിച്ചാണ് കുറേയധികം അവരുടെ പോരാട്ടങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മറുവശത്ത് ബ്രസീലിന്റെ കാര്യത്തിൽ തിരിച്ചാണ് ഉള്ളത്. പ്രത്യേകിച്ച് കുന അടക്കമുള്ള താരങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നെയ്മർ രണ്ടാം പകുതിയിൽ നെയ്മർ ഇറങ്ങുന്നു. അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ വളരെ കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി തന്നെയാണ് അത്തരമൊരു രീതിയിലേക്ക്. പക്ഷേ ആ ടീമുകളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അട്ടിമറികളുണ്ടായ ഒരു ലോകകപ്പ് കൂടിയാണ്. അവിടെ നിങ്ങോട്ട് എത്തുമ്പോൾ വമ്പന്മാർ, ടൂർണമെന്റിന്റെ ഫേവറേറ്റുകളിൽ നല്ലൊരു വിഭാഗം അതായത് പുറത്തേക്ക് പോയി. അതിനുശേഷം അതോടൊപ്പം തന്നെ ചിലർ നിലനിൽക്കുകയും ചെയ്തു. അത് ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ അടക്കമുള്ള ടീമുകൾ നിലനിൽക്കുകയാണ്. ഇംഗ്ലണ്ടിനെയും എഴുതിത്തള്ളാനാവില്ല. അതോടൊപ്പം തന്നെ ബെൽജിയവും നോർവേയും വരുന്നു. നോർവേ നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് നോർവേ തിരിച്ചുവരവ് നടത്തിയത്. ഏതായാലും ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഇന്നലത്തെ മത്സരമൊക്കെ നമ്മൾ കണ്ടതാണ്, അതിന് മുമ്പുള്ള മത്സരമൊക്കെ നമ്മൾ കണ്ടതാണ്. ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അത്രയും വീറും വാശിയും ഒക്കെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ഒരു നേരിയ പിഴവുകൾ, ആ പിഴവുകളാണ് ഈ ടൂർണമെന്റിന്റെ വിധി നിർണ്ണയിക്കുക, തങ്ങളുടെ ഭാവി നിർണ്ണയിക്കുക എന്ന ഓരോ ടീമും തിരിച്ചറിഞ്ഞാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള വിലയിരുത്തലുകൾ നടത്തി ഇനി ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കയെ നേരിടുന്നതോടുകൂടിയാണ് ക്വാർട്ടർ ഫൈനലിന് തുടക്കമാകുന്നത്. തൊട്ടടുത്ത ദിവസം സ്പെയിൻ ബെൽജിയത്തെ നേരിടും. അതിനുശേഷം നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇതിലേറ്റവും നിർണായക മത്സരം, അല്ലെങ്കിൽ ഏറ്റവും വാശിയോടെ നടക്കുന്ന ഒരു മത്സരമെന്ന് വേണമെങ്കിൽ പറയാവുന്നത് സ്പെയിൻ ബെൽജിയം മത്സരമായിരിക്കും. എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരമായി അതിന് മാറും. പക്ഷേ ഇതിലെടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫ്രാൻസ്, അതുപോലെ തന്നെ അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട് അടക്കമുള്ള ടീമുകൾ അവരുടെ എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലുള്ള ഒരു കണക്ക് കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഈ വമ്പന്മാർക്ക് തന്നെയായിരുന്നു ജയം എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. മായ.